ജ്ഞാനേശ്വരി ഭഗവത്ഗീതയുടെ ജ്ഞാനേശ്വര ഭാഷ്യം അധ്യായം 6 ധ്യാനയോഗം തുടർന്ന് വായിക്കുന്നു. ജിതാത്മനഃ പ്രശാന്തസ്യ പരമാത്മാ സമാഹിതഃ ശീതോഷ്ണസുഖദുഃഖേഷു തഥാ മാനാപമാനയോഃ. മനസ്സിനെ ജയിച്ച് പ്രശാന്തി അനുഭവിക്കുന്നവന് ശീതോഷ്ണങ്ങളിലും സുഖദുഃഖങ്ങളിലും മാനാപമാനങ്ങളിലും അന്തരാത്മാവ് സൗമ്യഭാവത്തിൽ സദാ വിളങ്ങുന്നു. ജ്ഞാനവിജ്ഞാനതൃപ്താത്മാ കൂടസ്ഥോ വിജിതേന്ദ്രിയഃ യുക്ത ഇത്യുച്യത്തെ യോഗി സമലോഷ്ടാശ്മകാഞ്ചനഃ. ഇന്ദ്രിയങ്ങളെ ജയിച്ചവനും മൺകട്ടയും കല്ലും സ്വർണവുമെല്ലാം തുല്യമായി കാണുന്നവനുമായ യോഗിയെ യോഗാരൂഢനെന്ന് പറയുന്നു. മനസ്സിനെ നിശ്ചലമാക്കുകയും ആഗ്രഹങ്ങളെ കീഴ്പ്പെടുത്തുകയും ചെയ്ത ഒരുവന് പരമാത്മാവ് സ്ഥിതി ചെയ്യുന്നത് വിദൂരത്തിലല്ല. മറ്റ് ലോഹങ്ങളുടെ കലർപ്പ് ഉരുക്കി മാറ്റുമ്പോൾ സ്വർണം തനി തങ്കമായി മാറുന്നത് പോലെ ഒരുവനിലുള്ള അഹംഭാവം നിശ്ശേഷം തുടച്ചു മാറ്റുമ്പോൾ അവൻ്റെ ആത്മാവ് പരമാത്മാവായി തീരുന്നു. ഒരു പാത്രം ഉടഞ്ഞു നശിക്കുമ്പോൾ അതിനുള്ളിലുള്ള വായു സ്ഥാനചലനമുണ്ടാകാതെ തന്നെ ചുറ്റുപാടുമുള്ള അന്തരീക്ഷത്തിൽ വിലയിക്കുന്നത് പോലെ ഒരുവൻ്റെ അഹന്തയ്ക്ക് സമൂലമായ അറുതി വരുമ്പോൾ പരിശുദ്ധമായി തീർന്ന അവൻ്റെ ജീവാത്മാവ് പരമാത്മാവായി തീരുന്നു. അപ്രകാരമുള്ള ഒരുവന് ചൂടും തണുപ്പും എന്നുള്ള അവസ്ഥാഭേദങ്ങളോ സുഖദുഃഖങ്ങളോ ബദ്ധപ്പാടുകളോ മാനത്തിൻ്റെയും അപമാനത്തിൻ്റെയും പ്രസ്താവങ്ങളോ ബാധകമായിരിക്കുന്നതല്ല. സൂര്യൻ സഞ്ചരിക്കുന്ന വഴികളിലെല്ലാം വെളിച്ചം വിതറി പ്രകാശമാനമാക്കുന്നത് പോലെ അവൻ പ്രാപിക്കുന്നതെല്ലാം അവനിൽ ലീനമാകുന്നു. മേഘങ്ങൾ പൊഴിക്കുന്ന മാരി സാഗരത്തെ ഛിദ്രിക്കാത്തതുപോലെ ശുഭാശുഭകർമ്മങ്ങൾ പരമാത്മാവുമായി ഐക്യം പ്രാപിച്ച ഒരു യോഗിയെ ഒരു തരത്തിലും സ്പർശിക്കുക പോലും ചെയ്യുന്നില്ല. പ്രാപഞ്ചിക ജ്ഞാനത്തെപ്പറ്റി വിചിന്തനം ചെയ്യുന്ന ഒരു യോഗി അത് അപര്യാപ്തവും അസത്യവും ആണെന്ന് കാണുന്നു. അവൻ ജ്ഞാനത്തെ തേടുമ്പോൾ അത് താൻ തന്നെയാണെന്ന് മനസ്സിലാക്കുന്നു. അവനിൽ ദ്വന്ദ്വഭാവം ഇല്ലാത്തതുകൊണ്ട് അവൻ്റെ ചിന്തകൾ പരിമിതമോ വ്യാപകമോ എന്ന് കരുതേണ്ട ആവശ്യമില്ല. ഇപ്രകാരം ജിതേന്ദ്രിയനായ ഒരുവൻ എല്ലായ്പ്പോഴും ആത്മാനന്ദം അനുഭവിക്കുന്നു. ജീവിച്ചിരിക്കുമ്പോൾ തന്നെ ഇന്ദ്രിയങ്ങളെ കീഴ്പ്പെടുത്തിയ ഒരു യോഗിക്ക് ചെറുതെന്നോ വലുതെന്നോ ഉള്ള ഭിന്നഭാവമില്ല. അവന് മഹാമേരുവോളം വലിപ്പമുള്ള സ്വർണമല കേവലം മൺകട്ടയാണ്. ലോകത്തെക്കാളും വലിപ്പമുള്ള ഒരു അമൂല്യരത്നം ഒരു ശിലയേക്കാൾ വില കൂടിയതാണെന്ന് അദ്ദേഹം കരുതുന്നില്ല. സുഹൃന്മിത്രാര്യുദാസീന മധ്യസ്ഥദ്വേഷ്യ ബന്ധുഷു സാധുഷ്വപി ച പാപേഷു സമബുദ്ധിർവിശിഷ്യത്തെ. സുഹൃത്ത്, മിത്രം, ശത്രു, ഉദാസീനൻ, മധ്യസ്ഥൻ, വെറുപ്പുള്ളവൻ, സംബന്ധി എന്നിവരിലും സദാചാരന്മാരിലും ദുരാചാരന്മാരിലും സമമായ, അതായത് രാഗദ്വേഷ ശൂന്യമായ ബുദ്ധിയോടുകൂടിയവൻ വിശിഷ്ടനാകുന്നു. അങ്ങനെയുള്ള ഒരു യോഗി ബന്ധുവും ശത്രുവും തമ്മിലും ഉദാസീനനും മിത്രവും തമ്മിലും എന്തെങ്കിലും വ്യത്യാസമുണ്ടെന്ന് എങ്ങനെ സങ്കല്പിക്കും? പ്രപഞ്ചവുമായി സാത്മ്യം പ്രാപിച്ച ഒരാൾക്ക് ആരുടെ സോദരനാണ്, ആരുടെ ശത്രുവാണ്? അയാൾക്ക് ഏറ്റവും താണതും ഏറ്റവും ഉയർന്നതും ഒരുപോലെയാണ്. സ്പർശമണിയുടെ സ്പർശനം കൊണ്ടുണ്ടാകുന്ന എല്ലാ സ്വർണവും ഒരേ മാറ്റിലുള്ളതായിരിക്കുന്നത് പോലെ അയാളുടെ സമദൃഷ്ടിയിൽ പ്രപഞ്ചത്തിലുള്ള എല്ലാ ചരാചരങ്ങളും അയാളുടെ ആത്മാവിൽ വേരൂന്നി നിൽക്കുന്നതായി അയാൾ കാണുന്നു. സ്വർണം കൊണ്ട് നാനാരൂപത്തിലുള്ള ആഭരണങ്ങൾ ഉണ്ടാക്കുന്നു. അവണ്ണം പരബ്രഹ്മമാകുന്ന കാഞ്ചനത്തിൽ നിന്ന് വിവിധ രൂപത്തിലും ഭാവത്തിലുമുള്ള വിശ്വം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ പരിപൂർണമായ പരമോന്നത ജ്ഞാനം കൈവരിച്ചിരിക്കുന്ന അയാൾ വ്യത്യസ്തമായ ഈ രൂപഭാവങ്ങളിൽ വഞ്ചിതനാവുകയില്ല. ഒരു വസ്ത്രം നിർമ്മിച്ചിട്ടുള്ളത് നൂലുകൊണ്ട് മാത്രമാണ്. നൂലല്ലാതെ മറ്റ് യാതൊന്നും അതിൽ കാണുകയില്ല. അതുപോലെ പ്രപഞ്ചത്തെ വീക്ഷിക്കുന്ന ഒരു യോഗിക്ക് ബ്രഹ്മമല്ലാതെ മറ്റൊന്നും അതിൽ കാണാൻ കഴിയുകയില്ല. ഈ അവസ്ഥ നേരിട്ട് അനുഭവിച്ച് ബോധ്യപ്പെടുന്ന ഒരുവൻ പരമാർത്ഥജ്ഞാനമാകുന്ന സമബുദ്ധി കൈവരിക്കുന്നു.
അയാളുടെ ദർശനം തന്നെ സന്ദേഹ നിവൃത്തി വരുത്തുകയും അയാളുമായുള്ള കൂട്ടുകെട്ട് മതിഭ്രമം വന്നവനെ പോലും ബ്രഹ്മത്തിൽ ലയിപ്പിക്കുന്നതിന് ഇടയാക്കുകയും ചെയ്യുന്നു. ധർമ്മം അയാളുടെ വാക്കുകളിൽ കൂടി ചൈതന്യവത്താകുന്നു. അയാളുടെ ദർശനത്തിൽ അഷ്ടസിദ്ധികളും ജനിക്കുന്നു. സ്വർഗീയ സുഖങ്ങൾ അയാൾക്ക് വെറും കളിപ്പാട്ടങ്ങളാണ്. അയാളെപ്പറ്റിയുള്ള യാദൃശ്ചിക സ്മരണ പോലും ഒരുവനെ ഉത്കൃഷ്ടനാക്കുന്നു. അയാളെ ബഹുമാനിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നവന് ശ്രേയസ് വർദ്ധിക്കുന്നു. യോഗീ യുഞ്ജീത സതതം ആത്മാനം രഹസി സ്ഥിതഃ ഏകാകീയത ചിത്താത്മാ നിരാശീരപരിഗ്രഹഃ. മനസ്സ്, ദേഹം, ഇന്ദ്രിയങ്ങൾ എന്നിവയെ സ്വാധീനപ്പെടുത്തി ആശയില്ലാത്തവനായി, തനിക്കായി ഒരു വസ്തുവിനെയും സൂക്ഷിച്ചു വെക്കാത്തവനായി, ആത്മാനുഭവ രൂപമായ യോഗം കൊതിക്കുന്ന സാധകൻ ഏകിയായി വിജനപ്രദേശത്ത് സ്ഥിരമായിരുന്നു കൊണ്ട് മനസ്സിനെ എപ്പോഴും സമാധിയിൽ ഉറപ്പിക്കേണ്ടതാകുന്നു. ഒരിക്കലും അസ്തമിക്കാത്ത അദ്വൈത ഭാനുമാൻ ഒരുവനിൽ ഉദിക്കുമ്പോൾ അവൻ ശാശ്വതാനന്ദത്തിൽ നിരന്തരമായി നിമഗ്നനാകുന്നു. അല്ലയോ അർജുന, ഇപ്രകാരമുള്ള ഒരു വിവേകി അനിതര സാധാരണനാണ്. എന്തെന്നാൽ പരിഗ്രഹശൂന്യനായി പാരിലൊട്ടാകെ കാണുന്ന ഏക വ്യക്തി ഇയാൾ മാത്രമാണ്. ഒരു പരിപൂർണജ്ഞാനിയുടെ പ്രത്യേക ലക്ഷണങ്ങൾ ഇപ്രകാരം അർജുനന് വിവരിച്ചു കൊടുത്ത ഭഗവാൻ തൻ്റെ ദിവ്യമായ മഹത്വത്തെക്കാളും മഹിമയേറിയതാണ് യോഗിയുടെ മാഹാത്മ്യമെന്ന് പ്രശംസിക്കുകയുണ്ടായി. ഭഗവാൻ തുടർന്നു, യോഗി സിദ്ധന്മാരിൽ ശ്രേഷ്ഠനാണ്. അദ്ദേഹം കണ്ണുകൾക്ക് പ്രകാശമാണ്. അദ്ദേഹത്തിൻ്റെ ഇച്ഛാശക്തിയാണ് ഈ വിശ്വത്തെ സൃഷ്ടിച്ചത്. പവിത്രമായ ഓംകാരത്തിൻ്റെ ശില്പശാലയിൽ നെയ്തെടുത്ത വർണ്ണശബളമായ വേദപാഠങ്ങളാകുന്ന വിദ്യാവസ്ത്രങ്ങൾ അദ്ദേഹത്തിൻ്റെ വൈശിഷ്ട്യത്തിന് ധരിക്കാൻ പറ്റാത്തവണ്ണം അപര്യാപ്തമാണ്. അദ്ദേഹത്തിൻ്റെ ആഭ ചൊരിയുന്ന ശരീരകാന്തി സൂര്യചന്ദ്രന്മാരുടെ പ്രവർത്തനങ്ങളെ നിലനിർത്തുന്നു. അപ്പോൾ പിന്നെ അദ്ദേഹത്തിൻ്റെ ആശ്രയമില്ലാതെ ലോകം എങ്ങനെ ജീവിക്കും? അതുമാത്രമോ, യോഗിയുടെ നാമത്തിൻ്റെ മാഹാത്മ്യം വിസ്തൃതമായ വാനത്തിൻ്റെ സീമകളെപ്പോലും ലംഘിക്കുന്നു. ഇപ്രകാരമുള്ള ഒരാളിൻ്റെ ഗുണഗണങ്ങളെ മുഴുവൻ എങ്ങനെയാണ് ഗ്രഹിക്കുന്നത്? യോഗിയുടെ ലക്ഷണങ്ങൾ എങ്ങനെയാണ് വർണ്ണിക്കേണ്ടതെന്ന് എനിക്കറിഞ്ഞുകൂടാ. എങ്കിലും അത് നിന്നോട് പറയണമെന്ന് എനിക്ക് തോന്നി. ജ്ഞാനേശ്വരൻ പറയുന്നു, ദ്വന്ദ്ഭാവത്തെ ഇല്ലാതാക്കുന്ന ആത്മജ്ഞാനത്തിൻ്റെ എല്ലാ രഹസ്യഭാവങ്ങളും അർജുനന് വെളിപ്പെടുത്തി കൊടുത്താൽ അത് പ്രിയങ്കരനായ അർജുനനോടുള്ള മധുരമായ സ്നേഹത്തിൻ്റെ ആനന്ദാനുഭവത്തിന് ഹാനികരമായിരിക്കുമെന്ന് ഭഗവാൻ കരുതി. അതുകൊണ്ട് അദ്ദേഹം അർജുനനോട് എല്ലാം തുറന്നു പറഞ്ഞില്ല. ഒരു നേരിയ മൂടുപടം കൊണ്ട് ആത്മജ്ഞാനത്തെ താൽക്കാലികമായി മറച്ചുകൊണ്ടാണ് അദ്ദേഹം സംസാരിച്ചത്. തൻ്റെ മനസ്സ് അർജുനനിൽ നിന്ന് വേറിട്ട് നിന്നെങ്കിലേ തങ്ങളുടെ ദ്വന്ദ്ഭാവം നിലനിൽക്കുകയുള്ളൂ എന്നും അപ്പോൾ മാത്രമേ തങ്ങൾക്ക് പരസ്പര സ്നേഹബന്ധം പുലർത്തി ആനന്ദിക്കാൻ കഴിയുകയുള്ളൂ എന്നും അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അർജുനൻ തൻ്റെ വത്സല സുഹൃത്താണ്. അവൻ്റെ അഹന്ത നശിച്ച് അവൻ താനുമായി ഐക്യം പ്രാപിച്ചാൽ അവൻ്റെ സഖിത്വമില്ലാതെ ഒറ്റപ്പെടുന്ന താൻ എന്തു ചെയ്യും? പിന്നെ ആരുടെ ദർശനം കൊണ്ടാണ് തൻ്റെ കണ്ണുകൾ കുളിർക്കേണ്ടത്? അകമഴിഞ്ഞ് സംസാരിക്കാൻ കഴിയുന്നത് ആരോടാണ്? ആരെ ഗാഠാശ്ലേഷം ചെയ്താണ് തനിക്ക് പുളകം കൊള്ളാൻ കഴിയുന്നത്? അർജുനൻ താനുമായി താതാത്മ്യം പ്രാപിച്ചു കഴിഞ്ഞാൽ പിന്നീട് തൻ്റെ ഹൃദയത്തിൽ നിറഞ്ഞു തുളുമ്പുന്ന സദ്വികാരങ്ങളെ താൻ ആരോടാണ് പറയുക? ഇപ്രകാരമുള്ള കാരുണ്യപൂർവമായ ചിന്തകൾ കൊണ്ട് ആർദ്രമാനസനായി തീർന്ന കൃഷ്ണൻ അർജുനന് മറ്റ് കാര്യങ്ങളിൽ വേണ്ട ഉപദേശങ്ങൾ നൽകാനെന്നുള്ള നാട്യത്തോടെ അർജുനൻ്റെ മനസ്സിനെ തൻ്റെ മനസ്സിനോട് ചേർത്ത് ആലിംഗനം ചെയ്തു. ഇത് കേട്ടിട്ട് വിചിത്രമായി തോന്നുന്നുണ്ടെങ്കിൽ ശ്രീകൃഷ്ണൻ്റെ ദിവ്യപ്രേമത്തിൻ്റെയും ആനന്ദത്തിൻ്റെയും മൂർത്തിമദ്ഭാവമാണ് അർജുനൻ എന്നുള്ള വസ്തുത എപ്പോഴും ഓർമ്മിക്കുക. വന്ധ്യയാണെന്ന് വിശ്വസിച്ചിരുന്ന സ്ത്രീ പിൽക്കാലത്ത് ഒരു ശിശു പിറന്ന് മാതാവായി തീരുമ്പോൾ അവൾ മാതൃവാത്സല്യത്തിൻ്റെ അവതാര രൂപമായി തീരുന്നത് പോലെ ആയിരുന്നു കൃഷ്ണൻ്റെ അവസ്ഥ. അർജുനനോടുള്ള വാത്സല്യാതിരേകം കൊണ്ട് ഭഗവാൻ ആനന്ദ നൃത്തമാടി. എന്തൊരത്ഭുത ദൃശ്യം! എത്രമാത്രം ആശ്ചര്യകരം! ഒരു ഭാഗത്ത് അക്രമത്തിൻ്റെ അലർച്ചയും യുദ്ധക്കളത്തിലെ സംഹാര താണ്ഡവവും ലോകത്തെ വലയം ചെയ്യാൻ തയ്യാറായിരിക്കുന്നു. അപ്പോഴാണ് ഒരു പാവയെപ്പോലെ ഭഗവാൻ പ്രേമത്തിൻ്റെ അവതാരമൂർത്തിയായി
അർജുനൻ്റെ ചുറ്റും നൃത്തമാടുന്നത്. അഗാധമായ സ്നേഹത്തിൻ്റെ മുന്നിൽ സങ്കോചം ഓടിയൊളിക്കും. ലാളനാവിഷയങ്ങളിൽ മുഴുകുന്ന ഒരാൾക്ക് ഒരിക്കലും ക്ഷീണം തോന്നുകയില്ല. ഉന്മാദലഹരിയിൽ മതിഭ്രമം സംഭവിക്കുന്നു. ചുരുക്കി പറഞ്ഞാൽ അർജുനൻ ഭഗവാന്റെ സ്നേഹവായ്പിൻ്റെ ഒരു ആശ്രയസ്ഥാനമാണ്. പ്രേമാനന്ദം കൊണ്ട് നിറഞ്ഞ ഭഗവാന്റെ ഹൃദയം പ്രതിബിംബിക്കുന്ന ഒരു മുഖ കണ്ണാടിയാണ്. ഭഗവാന്റെ കൃപ കൊണ്ട് പരിശുദ്ധനും പവിത്രനുമായ അർജുനൻ ഭക്തിയുടെ വിത്ത് വിതയ്ക്കുന്നതിന് അർഹതയുള്ള വിളഭൂമിയായി തീർന്നിരിക്കുന്നു. 9 വിധത്തിലുള്ള ഭക്തിയിൽ ഏറ്റവും ഉന്നതമായ ആത്മനിവേദനത്തിൻ്റെ തൊട്ടടുത്തുള്ള സഖ്യഭക്തിയാണ് അർജുനന് ഇപ്പോഴുള്ളത്. ഈശ്വരനെ തൻ്റെ സഖിയായി കാണുന്ന അർജുനൻ്റെ ഭക്തിയിൽ അതീവ സന്തുഷ്ടനായ ഭഗവാൻ തൻ്റെ സ്വന്തം അപദാനങ്ങളെ പ്രകീർത്തിക്കുന്നതിനേക്കാൾ കൂടുതൽ ഇഷ്ടപ്പെടുന്നത് തൻ്റെ പ്രിയങ്കരനായ സ്നേഹിതൻ്റെ അപദാനങ്ങളെ പ്രകീർത്തിക്കുന്നതിനാണ്. ഭർത്താവിനെ ഭക്തിയോടെ സേവിക്കുന്ന വിശ്വസ്തയായ ഒരു ഭാര്യയെ ഭർത്താവ് അങ്ങേയറ്റം ബഹുമാനിക്കുമ്പോൾ ആ നാരീരത്നത്തെയല്ലേ ഭർത്താവിനേക്കാൾ കൂടുതലായി പുകഴ്ത്തേണ്ടത്? അതുപോലെ മുപ്പാരിലും വെച്ച് വിശിഷ്ടമായ ഭാഗ്യത്തിൻ്റെ ഗുണഭോക്താവായി തീർന്ന അർജുനനെ പ്രത്യേകമായി സ്തുതിക്കേണ്ടതാണെന്ന് ഞാൻ വിചാരിച്ചു. അർജുനനോടുള്ള നിസ്സീമമായ സ്നേഹം കൊണ്ട് നിരാകാരനായ ഈശ്വരൻ മർത്യാകാരം കൈക്കൊണ്ടിരിക്കുന്നു. അദ്ദേഹം സമ്പൂർണനാണെങ്കിലും അർജുനൻ്റെ ചങ്ങാത്തം ആഗ്രഹിക്കുന്നു. ഇതെല്ലാം അത്യന്തം ശ്രദ്ധയോടെ കേട്ടുകൊണ്ടിരുന്ന ശ്രോതാക്കൾ പറഞ്ഞു, ഞങ്ങൾ എത്രയോ ഭാഗ്യവാന്മാർ. എന്തൊരു വശ്യമായ വാഗ്വിലാസം! വിവിധ വർണ്ണങ്ങളാൽ മോടി പിടിപ്പിക്കപ്പെട്ട ചേതോഹരമായ അമ്പരം പോലെ ആകർഷണീയവും അർത്ഥസമ്പുഷ്ടവുമായ വാക്കുകൾ. അതിൻ്റെ സംഗീതാംശം നാദബ്രഹ്മത്തിൻ്റെ സ്വരമാധുര്യത്തെ പോലും അതിശയിക്കുന്നു. അതിൽ അന്തർഭവിച്ചിരിക്കുന്ന അറിവ് അമൃതകിരണൻ്റെ കിരണകേന്ദ്രങ്ങൾ പോലെ തിളങ്ങുന്നു. കാവ്യതല്ലജങ്ങളിലെ ഭാവനാവിലാസം രാത്രിയിൽ വിടരുന്ന കുമുദത്തെ പോലെ ഹൃദയാവർജകമായിരിക്കുന്നു. യാതൊരു വിധമായ ആഗ്രഹങ്ങൾ ഇല്ലാത്തവർ പോലും ഇത് കേൾക്കുന്നതിന് ആഗ്രഹിക്കുന്നു. ഇത് ശ്രവിക്കുമ്പോൾ ഇതിൽ ആമഗ്നരായി അവർ ആനന്ദിക്കുകയും അവരുടെ ഹൃദയം അതിൻ്റെ പ്രകാശത്തിൽ വികസിക്കുകയും ചെയ്യുന്നു. ശ്രോതാക്കളുടെ പ്രതികരണം മനസ്സിലാക്കി ആമോദം പൂണ്ട നിവൃത്തി ശിഷ്യനായ ജ്ഞാനേശ്വരൻ തുടർന്നു, ശ്രദ്ധിച്ച് കേൾക്കുക. ഭഗവാൻ കൃഷ്ണൻ്റെ കൃപാകടാക്ഷമാകുന്ന സൂര്യോദയം പാണ്ഡവരുടെ ജീവിതത്തിൽ മഹത്തായ ഒരു പ്രഭാതത്തിൻ്റെ ഉദയമായിരുന്നു. ദേവകിയുടെ ഉദരത്തിൽ ജനിക്കുകയും യശോദയുടെ മടിത്തട്ടിൽ വാത്സല്യപൂർവ്വം വളരുകയും ചെയ്ത ഭഗവാൻ കൃഷ്ണൻ അവസാനം പാണ്ഡവരുടെ തുണയ്ക്കെത്തി. ഭാഗ്യശാലിയായ അർജുനന് കൃഷ്ണൻ്റെ അനുപാലനം ലഭിക്കുന്നതിന് അമിതമായ പരിശ്രമമോ അധികം കാലമോ വേണ്ടി വന്നില്ല. ഗീതയുടെ ശേഷിച്ച ഭാഗങ്ങൾ കേൾക്കാൻ ആകാംക്ഷയോടെ കാത്തിരുന്ന ശ്രോതാക്കൾ പറഞ്ഞു, അങ്ങ് വിഷയത്തിൽ നിന്ന് വിട്ടുപോകുന്നു. കഥ തുടർന്നാലും.